ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയ്ക്ക് തിരി തെളിയുകയാണ്. തിങ്കളാഴ്ച മുതൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞത്തിലേക്ക് കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്ന് ദിവ്യജ്യോതി എത്തിച്ചാണ് കോടി അർച്ചന നടക്കുക. വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉത്ഭവ കേന്ദ്രമായ ഭീഷ്മകുണ്ടിൽ നിന്ന് ജ്യോതി പകരുന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, അവിടെ ചടങ്ങുകൾ ആരംഭിച്ചോ? നിലിമ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാനയിലെ കുരുക്ഷേത്രയിലാണ്. കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഭീഷ്മാചാര്യരുടെ ഒരു പ്രതിമ, അദ്ദേഹം ശരശയ്യയിൽ കിടക്കുന്ന ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഒരു ദീപം, അതായത് വിഷ്ണു ത്തിന്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ് ഈ ഭീഷ്മകുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഈ ഭീഷ്മാചാര്യർ ശരശയ്യയിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഈ വിഷ്ണു സഹസ്രനാമം ഉത്ഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഐതിഹ്യങ്ങളിലും മറ്റും വ്യക്തമാക്കുന്നത്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കാൻ പോകുമ്പോൾ ഈ കുരുക്ഷേത്ര ഭൂമിയിലെ ഈ യജ്ഞഭൂമിയിൽ നിന്നും, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുമുള്ള ദീപമാണ് അവിടെ യജ്ഞഭൂമിയിലേക്ക്, വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കുന്ന യജ്ഞഭൂമിയിലേക്ക് എത്തുന്നത്. അതിനായി ഈ ക്ഷേത്ര ഭാരവാഹികളും ഭക്തരുമായി ധാരാളം പേർ ഡൽഹിയിൽ നിന്നും ഇവിടെ ഈ ഭീഷ്മകുണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭീഷ്മകുണ്ടിൽ നിന്നും ഇവർ ഈ ജ്യോതി പകർന്ന് യജ്ഞശാലയിലേക്ക് പോകുന്ന ചടങ്ങാണ്. വലിയ ഒരു രഥഘോഷയാത്രയായാണ് ഇവിടെ നിന്നും ഈ ഭീഷ്മകുണ്ടിൽ നിന്നും ഈ ജ്വാല, ഈ അഗ്നി ഈ ക്ഷേത്രത്തിലെ യജ്ഞശാലയിലേക്ക് കൊണ്ടുപോകുക. അതിനായി ക്ഷേത്രത്തിൽ നിന്നും, ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും, ഡൽഹിയിൽ നിന്നും ധാരാളം ഭക്തരും അതേപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഭീഷ്മകുണ്ടിൽ നിന്നുമുള്ള ജ്യോതി പകർന്നു, അതായത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രഭവ കേന്ദ്രം, ഉത്ഭവ കേന്ദ്രമായ ഭീഷ്മകുണ്ടിൽ നിന്നും ജ്യോതി എത്തിച്ച് ഉത്തരേന്ത്യയിലെ മണ്ണിൽ, അതായത് ഉത്തരേന്ത്യയിൽ ആദ്യമായാണ് ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കാൻ പോകുന്നത്. ആ ഭൂമിയിലേക്ക്, ഈ യജ്ഞഭൂമിയിൽ നിന്നും, ഈ ഭീഷ്മകുണ്ടിൽ നിന്നുമുള്ള അഗ്നി പകരുന്നതോടുകൂടി യാഗശാലയാകെ ധന്യമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യജ്ഞഭൂമിയിലേക്കുള്ള ജ്യോതി അത് ഈ ഭീഷ്മകുണ്ടിൽ നിന്നും വേണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ക്ഷേത്ര ഭാരവാഹികളും ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഭക്തരും മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ജ്യോതി പ്രയാണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ഇവിടെ നിന്നും ഈ കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്നും പകർന്നു നൽകുന്ന ജ്യോതി അത് ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറും. അവർ പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലേക്ക് ആ ജ്യോതി പകരും. നാളെ ഡൽഹിയിൽ വളരെ വിപുലമായ ഒരു സ്വീകരണ പരിപാടികളാണ് ഈ ജ്യോതി രഥ ഘോഷയാത്രയ്ക്ക് ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 7 മണിയോടുകൂടി ഡൽഹി RK പുരം രാമകൃഷ്ണപുരം അയ്യപ്പ ക്ഷേത്രത്തിലായിരിക്കും ആദ്യം ഈ ജ്യോതി പ്രയാണത്തിന് സ്വീകരണം നൽകുക. അതിനുശേഷം മലൈ മന്ദിറിൽ, ഒപ്പം തന്നെ RK പുരത്തുള്ള തിരുപ്പതി ക്ഷേത്രത്തിലും പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഈ ജ്യോതി പ്രയാണത്തിന് സ്വീകരണം നൽകും. അങ്ങനെ വലിയ ബൃഹത്തായ ഒരു ചടങ്ങാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ജ്യോതി രഥ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങൾ ഈ ജ്യോതി പ്രയാണവുമായി ബന്ധപ്പെട്ട് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നും, ഈ യാഗഭൂമിയിൽ നിന്നും, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുമുള്ള ജ്യോതി പകരുവാൻ വേണ്ടി ധാരാളം ഭക്തരാണ് ഇവിടേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും പകർന്നു നൽകുന്ന ജ്യോതിയാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ കോടിയർച്ചനയിലെ യാഗശാലയിലേക്ക് പകരുന്നത്. അത്തരം വലിയൊരു പവിത്രത കൂടി ഈ ഒരു ചടങ്ങിനുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. സാധാരണഗതിയിൽ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കുക അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇതാദ്യമായാണ് ഉത്തരേന്ത്യൻ മണ്ണിൽ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കാൻ പോകുന്നത്. ആ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ഈ ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിലേക്ക് എത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ഭീഷ്മകുണ്ടിൽ നിന്നാണ് എസ് നന്ദഗോപൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.